എഡ്യൂസോഫ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു എയർപോഡ് അൺബോക്സ് ചെയ്ത് നോക്കാൻ പോവാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ബോട്ട് 441 എയർപോഡ്. നമുക്ക് നോക്കാം. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള പാക്കിംഗ് ഒക്കെയാണ്. ഓക്കെ, ബോട്ട് 441 ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല സെക്യൂർ ആയിട്ടുള്ള ഒരു എയർപോഡാണ്. നമുക്കിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഇവിടെ പറയുന്നുണ്ട്. നമ്മുടെ ഫേമസ് ബ്രാൻഡായ ബോട്ടിൻ്റെയാണ്. ഓക്കെ, നമുക്കേതായാലും ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ യൂസർ മാനുവൽ ഉണ്ട്, ഇതിന് പുറത്തിരിപ്പുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. അത്യാവശ്യം നല്ല രീതിക്കുള്ള പാക്കിംഗ് ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള പാക്കിംഗ് ആണ്. ജസ്റ്റ് നമുക്ക് 2 ഇയർ ക്ലാപ്പുണ്ട്. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ട് 441 നമുക്കെടുക്കാം. ഓക്കെ, നല്ലൊരു ചെറിയൊരു കേസിനകത്ത് വളരെ സെക്യൂർ ആയിട്ടാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ബോട്ട് 441. ദെൻ ഇതിൻ്റെ സൈഡിലൊരു ബോക്സ് ഉണ്ട്, ചെറിയൊരു ബോക്സ്. നമുക്ക് നോക്കാം. ഇതിനകത്ത് ഐ തിങ്ക് നമ്മുടെ ചാർജറായിരിക്കും. ഓക്കെ, നമ്മുടെ USB കേബിളാണുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചാർജിങ് പോർട്ടാണ്. ചാർജിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈപ്പ് സി പോർട്ടാണ് കേട്ടോ. ടൈപ്പ് സി പോർട്ടാണ് വരുന്നത്. ടൈപ്പ് സി പോർട്ട് വിത്ത് USB. നമുക്കിവിടെ ബോട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു ചാർജ് ഇൻഡിക്കേറ്റർ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ടൈപ്പ് സി പോർട്ട് കാണിക്കുന്നുണ്ട്. പോർട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്കത് കണക്ട് ചെയ്ത് നോക്കാം. നമ്മുടെ മൊബൈൽ ചാർജറുമായിട്ട് തന്നെ കണക്ട് ചെയ്യാവുന്ന USB പോർട്ടാണ് നമ്മുടെ ഇതിനുള്ളത്. ഓക്കെ, ഇവിടെ ടൈപ്പ് സി ആണ് പോർട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാവർക്കും തന്നെ ഇപ്പം നമുക്ക് മൊബൈൽ ചാർജറിൽ തന്നെ ടൈപ്പ് സി പോർട്ടാണ് ഇവിടെ വരുന്നതേ ഉള്ളൂ. USB ആണ് നമുക്ക് കണക്ഷൻ ആയിട്ടുള്ളത്. നമുക്ക് ഓപ്പൺ ചെയ്യാം. വാവ്, വളരെ സ്റ്റൈലിഷ് ആയിട്ട് നല്ല കളർഫുൾ ലൈറ്റൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ചാർജ് കുറച്ചുണ്ട്, അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ആ ഒരു ലൈറ്റൊക്കെ കാണിക്കുന്നത്. ഇതൊരു LED സറൗണ്ടിങ്സ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നല്ലൊരു കുഞ്ഞ് കേസിനകത്ത് വളരെ സെക്യൂർ ആയിട്ടാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുക. ഇപ്പം നമുക്ക് ടച്ച് സെൻസിറ്റീവ് ആണ് ഇതിൻ്റെ ബോഡി വരുന്നത്. മീൻസ് നമുക്ക് ടച്ച് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതായത് സിംഗിൾ ടാപ്പിലൂടെ കോൾ അറ്റൻഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ചാർജിങ് കേസിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ചാർജ് ചെയ്യാവുന്നതാണ്. അപ്പം ചാർജിങ് കേസിനകത്ത് വയ്ക്കുക. അതിനുള്ള നമുക്ക് ഇവിടെ ചാർജിങ് കണക്ഷൻ പോയിൻ്റൊക്കെ ഒരു പുറകിൽ വരുന്നുണ്ട്. ഓക്കെ, വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള വളരെ നൈസ് ആയിട്ടുള്ള നല്ലൊരു ഡിസൈനാണ് നമ്മുടെ ബോട്ട് 441 വരിക. ചാർജിങ് പിന്നുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ജസ്റ്റ് അങ്ങോട്ട് നമ്മുടെ എയർപോഡ് അവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇത് നമ്മുടെ ഒരു USB പോർട്ട് വെച്ച് നമുക്ക് ടൈപ്പ് സി പോർട്ട് വെച്ച് കണക്ട് ചെയ്താൽ മതി. നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ നല്ല കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ള രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നതിനകത്ത്, ഈ ചാർജിങ് കേസിനകത്ത്. ഓക്കെ, സിംഗിൾ ടാപ്പിലൂടെ ഞാൻ പറഞ്ഞു കോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇനി ഇതൊരു ചെറിയൊരു മൈക്കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സംസാരിക്കാൻ സാധിക്കും. ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയാണ് വരുന്നത്. ബ്ലൂടൂത്ത് 10 മീറ്റർ ഓഫ് റേഞ്ച്. നമുക്ക് 10 മീറ്ററാണ് ഇതിൻ്റെ മാക്സിമം കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ 10 മീറ്റർ വരെ നമ്മുടെ മൊബൈൽ ഫോൺ അടുത്തുണ്ടെങ്കിൽ നമുക്ക് ബ്ലൂടൂത്ത് വെച്ച് കണക്ട് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് നമ്മുടെ ബ്ലൂടൂത്ത് ഓൺ ചെയ്യുമ്പോൾ തന്നെ ആദ്യമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് ഇവരുടെ ബ്ലൂടൂത്ത് ഓൾറെഡി ഓൺ ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ടൈം കണക്ഷൻ മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. പിന്നീട് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കണക്ട് ആയിക്കോളും. ഓക്കെ, ഇതിൻ്റെ യൂസർ മാനുവലാണ്. മറ്റ് ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് പറയേണ്ട കാര്യം ഇതിൻ്റെ ക്യാരി കേസാണ്, അല്ലെങ്കിൽ ചാർജിങ് കേസാണ്. 500 mAh ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. 500 mAh ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി. പിന്നെ നമുക്ക് പറയാനായിട്ടുള്ള ഫീച്ചർ നോക്കുമ്പം HD സൗണ്ട് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. HD സൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 2 ഡ്രൈവേഴ്സാണ് വരിക. ബ്ലൂടൂത്ത് ആണ്.
10 മീറ്റർ ഡിസ്റ്റൻസ് ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇൻസ്റ്റൻറ്റ് വയർലെസ് കണക്ടിവിറ്റിയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുക. ബ്ലൂടൂത്ത് 5.0 ആണ് വരുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് മറ്റൊരു കാര്യം പറയാനായിട്ടുള്ളത് 3.5 അവേഴ്സ് ഓഫ് പ്ലേ ടൈം ആണ്. അതായത് ഒരു തവണ നമ്മൾ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3.5 മണിക്കൂറോളം സമയം നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് ദൂരയാത്രകളൊക്കെ പോകുന്നവർക്ക് അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണിത്. ലോങ് ടൈം ആയിട്ട് നമുക്ക് 3.5 അവർ അത്രയും ലോങ് ആയിട്ട് നമുക്ക് എന്താണ് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് പറയുന്നത് വാട്ടർ ആൻഡ് സ്വീറ്റ് റെസിസ്റ്റൻസ് ആണ്. നമുക്ക് അതായത് വെള്ളത്തിൽ നിന്നും അല്ലെങ്കിൽ വേർപ്പിൽ നിന്നൊക്കെയുള്ള റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പം നല്ലൊരു കേസ് ഡിസൈനിങ് ഒക്കെയാണ് ഇത് തന്നിരിക്കുന്നത്. നമ്മൾ കൂടുതൽ സമയം യൂസ് ചെയ്താലും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ബോട്ട് ഇത് നമുക്ക് വിപണിയിലെത്തിക്കുക. നമുക്ക് സാധാരണക്കാർക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന വളരെ നല്ലൊരു എയർപോഡാണ് 441. ഇപ്പോൾ അറിയാം, വയർലെസ് ഇയർഫോൺസാണ് ഇപ്പോൾ കൂടുതലായിട്ട് എല്ലാവരും ഇപ്പോൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അഫോർഡബിൾ പ്രൈസിലുള്ള വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല ഡിസൈനിങ് ഉള്ള ഒരു നമ്മുടെ ഹെഡ്സെറ്റാണ് അല്ലെങ്കിൽ ഇയർഫോണാണ് നമ്മുടെ 441 വരിക. പ്രൈസ് വരുന്ന ഏതാണ്ട് 2499 രൂപയാണ് നമുക്കതിൻ്റെ വരിക. പിന്നെ ഒരു ഓഫർ അനുസരിച്ച് പ്രൈസിൽ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയാനായിട്ടുള്ളത്. എന്നിരുന്നാലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, കണ്ടാൽ നമുക്ക് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു എയർപോഡാണ് ബോട്ട് 441. അപ്പം നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആകട്ടെ. ഇനിയും നമുക്ക് കൂടുതൽ നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം. എഡ്യൂസോഫ്റ്റ് മലയാളം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും